ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും ഒന്നാകാൻ പറ്റില്ല. ആ ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നും ഞങ്ങൾ ശക്തമായി അവരുടെ ഐഡിയോളജിയെ എതിർക്കാൻ, ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞാൻ പറയുന്നു, അവരുടെ ഐഡിയോളജിയെ ഞങ്ങൾ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന്. ആ ഐഡിയോളജി ഞങ്ങളുടെ ഐഡിയോളജിയും ചേർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ലീഗും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ ആവശ്യമില്ലല്ലോ. പല സ്ഥലത്തും ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്ന് എഴുതിയിട്ടുള്ള സാഹിത്യങ്ങൾ ഇപ്പോഴും വിപണിയിലുണ്ട്. ഏറ്റവും പുതിയതാട്ടോ, അത് പഴയ ക്ലിപ്പൊന്നല്ല, ഏറ്റവും പുതിയത് ഡിസംബർ 4, 2025. അപ്പോൾ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലാത്ത നിലപാടുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് വ്യക്തമായല്ലോ. കാര്യങ്ങൾ വളരെ വ്യക്തമായി വെടിപ്പായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ ഒളിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമി രണ്ട് പാർട്ടിയായി നിൽക്കുന്നതിന് അർത്ഥമില്ല. രണ്ടും ഒന്നാകാണ് നല്ലത്. അപ്പോൾ ഇതുവരെ ഈ ന്യായീകരണ തൊഴിലാളികൾ ഈ ജമാഅത്ത് ഇസ്ലാമിയെ പൊട്ടിയടിച്ച് അങ്ങ് വെളുത്ത് കിട്ടാഞ്ഞിട്ട് ഇടങ്ങാറായി ഉരുണ്ടു പറയുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവർക്കൊക്കെ തൃപ്തിയായല്ലോ. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ ഉമർ ഫൈസിയും പറഞ്ഞത്, ഇത് തന്നെയാണ് ഹമീദ് ഫൈസിയും പറഞ്ഞത്. ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതിൻ്റെ പിന്നാലെ ഇത്ര നേരത്തെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. കുറച്ച് വൈകും എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പുകൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് നട്ടലിലുള്ള നിലപാടുമായി ഡോക്ടർ മുനീർ രംഗത്ത് വന്നിരിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ നിലപാട് എന്നും അതിൻ്റെ കൂടെ നിൽക്കാൻ അദ്ദേഹത്തിന് ആരോഗ്യം നൽകട്ടെ. ഇനി ഈ നിലപാടിനെ കുറിച്ച് നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ള ഒരു തൻ്റെ ഉരുണ്ടു മറിയലും കെട്ടിമറിയലും നിങ്ങളൊന്ന് കേട്ടു നോക്ക്. മുസ്ലിം സമൂഹം തീവ്രവാദികളാണ്, അവർ മതരാഷ്ട്രവാദികളാണ്. കണ്ടില്ലേ, ഒരു ചെറിയ തീവ്രവാദി വലിയ തീവ്രവാദ സംഘടനകളെ കുറിച്ച് പറയുന്നു എന്നാണ് പറയുന്നത്. ആ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളതല്ല, മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാക്കാനാണ് ഈ സംഗതി ഉപകരിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ഈ സമൂഹത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളോട് ഈ അഭിപ്രായം പറയുന്നത്. മുസ്ലിം വോട്ടുകളെ വർഗീയമായി മാറ്റി, തീവ്രവാദപരമായി മാറ്റി, മതരാഷ്ട്രവാദപരമായി മാറ്റുന്ന ആര് മാറ്റിയാലും ഈ സംഘടനാ വ്യത്യാസമില്ലാതെ ജനാധിപത്യ ബോധത്തോടുകൂടി ഇതിനെ എതിർക്കേണ്ടത് ആവശ്യമാണ്. നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് എതിർക്ക്, മുനിയർ പറഞ്ഞതിനൊന്ന് എതിർക്ക്. അപ്പോൾ കാണാം നിന്റെ വൈത്താല കൂടിയിരുന്ന ആളുകളൊക്കെ മയ്യത്തിൻ്റെ തലേന്ന് പേനിറങ്ങി പോണ പോലെ ഇറങ്ങി പോണ കാണാം. ഇത്രയേ ഉള്ളൂ നിന്റെ കഥ, കാറ്റ് പോയി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമുണ്ട് എന്നും ജമാഅത്ത് ഇസ്ലാമി അനുധാവനം ചെയ്യുന്നത് ആഗോളതലത്തിൽ ഇഖ്വാനിൻ്റെ ആശയമാണെന്നും തീവ്ര ആശയമാണെന്നും ഭീകര ആശയമാണെന്നും ഒക്കെ നിരന്തരം പ്രസംഗിച്ചവരാണ് നമ്മൾ. അത് എഴുതി വെച്ചവരാ, നിരവധി പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് നമ്മൾ. മനസ്സിലായോ? ഇതൊക്കെ പുറപ്പെട്ട് മൂടിയാൽ ഇങ്ങനെ മുഴച്ചു നിൽക്കും. അപ്പോൾ ഇതിലൊക്കെ നല്ലത് എന്താ അറിയോ, എപ്പോഴും ആ നിലപാടിനൊപ്പം നിൽക്കണം. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ വോട്ടുകൾ മുഴുവൻ തീവ്രവാദമാകില്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സംശുദ്ധി വരികയാണ് ചെയ്യാം. ഭീകര തീവ്ര ആശയമുള്ളവരെ നുള്ളിക്കളയാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്ന് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന ആളുകൾക്ക് മനസ്സിലാവും. അതാണ് ഉണ്ടാകുക. അല്ലാതെ മൊത്തം മുസ്ലിങ്ങളെ തീവ്രവാദികളായിട്ട് ചാപ്പ കുത്താൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് സാധിക്കില്ല. അതിൽ മനസ്സിലാക്കിക്കോ. പടവാളി ചിന്തിച്ചെങ്കിൽ പോക്കിരി ഭഗവതി ഭഗവതി അയ്യോത്തിരി പറയണമേ. ഈ പണിയാണ് നല്ലത്. അസ്സലാമു അലൈക്കും.